ചരിത്രപ്രസിദ്ധമായ തലശ്ശേരി തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വിഷു മഹോത്സവത്തിന് ഭക്തജന തിരക്കേറുകയാണ്. ഏപ്രിൽ 13 മുതൽ 20 വരെയാണ് ഉത്സവം നടക്കുന്നത്. കേരളത്തിലെ 4 ശ്രീരാമ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പുരാതനവും ചരിത്രപ്രസിദ്ധവുമാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം. ഈ വർഷത്തെ വിഷു മഹോത്സവം ഏപ്രിൽ 13 കൊടിയേറി ഏപ്രിൽ 20 ക്ഷേത്രച്ചിറയിൽ നടക്കുന്ന ആറാട്ടോടുകൂടി സമാപിക്കും. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ളവർ ദിവസവും ക്ഷേത്രത്തിൽ ഉത്സവത്തിനായി എത്തുന്നു. എല്ലാ ദിവസവും വൈകിട്ട് നിരവധി ആനകളുടെ അകമ്പടിയോടുകൂടി എഴുന്നള്ളത്തുണ്ട്. കൂടാതെ വിവിധ പരിപാടികളും പ്രസാദ ഊട്ടും ഇവിടെ നടക്കുന്നു. തലശ്ശേരി നഗരത്തിന് കിഴക്കായി തിരുവങ്ങാട് എന്ന സ്ഥലത്താണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീരാമനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കേരളത്തിൽ ശ്രീരാമ പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. മേടമാസത്തിൽ വിഷുവിനോടനുബന്ധിച്ചാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം നടക്കാറുള്ളത്. 2 ഏക്കർ കൂടുതൽ വിസ്തൃതിയുള്ള ഒരു ചിറയുടെ കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചെമ്പ് തകിട് കൊണ്ടാണ് ഈ ക്ഷേത്രത്തിന്റെ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ പിച്ചള ക്ഷേത്രം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. ടിപ്പുവിന്റെ പടയോട്ട കാലത്തെ ആക്രമണത്തിന് ഇരയായിട്ടുള്ള ഈ ക്ഷേത്രത്തിന് നിരവധി ചരിത്രം പറയാനുണ്ട്. കേരളത്തിലെ 5 പ്രധാന ശ്രീരാമ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. വൈക്കം, തൃപ്രയാർ, തിരുവല്വാമല, കടലൂർ എന്നിവിടങ്ങളിലാണ് മറ്റ് ശ്രീരാമ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അഗസ്ത്യ മഹർഷി ശിഷ്യഗണങ്ങളോടുകൂടി കാവേരി സ്നാനത്തിന് പോകുന്ന അവസരത്തിൽ ശ്വേതൻ, നീലൻ എന്ന 2 രാക്ഷസന്മാർ അദ്ദേഹത്തെ അപമാനിക്കുകയും കോപാകുലനായ മുനി അവരെ അധപ്പതിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. രാക്ഷസന്മാർ ശാപമോചനത്തിന് അപേക്ഷിച്ചപ്പോൾ മുനി നീലനെ തളിയിലപ്പനെ ഭജിക്കാനും ശ്വേതനെ തിരുവങ്ങാടുള്ള ശിവക്ഷേത്രത്തിൽ ചെന്ന് ഭജിക്കാനും ഉപദേശിച്ചു. ഇങ്ങനെ തുടർച്ചയായി 3 കൊല്ലം ഭജിച്ചാൽ ശാപമോക്ഷം കിട്ടുമെന്നും അരുളി ചെയ്തു. അതനുസരിച്ച് ശ്വേതൻ തിരുവങ്ങാടുള്ള ഇപ്പോൾ വടക്കേടം എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിലും നീലൻ തളിയിലപ്പൻ എന്ന ക്ഷേത്രത്തിലും ഭജനം കൂടി. അക്കാലത്ത് വൻകാടായിരുന്ന തിരുവൻകാട് തിരുവങ്ങാട് എന്ന് വിളിച്ചു വരുന്നു. ശ്വേതൻ ഭജിച്ചിരുന്നതിനാൽ തിരുവങ്ങാട് ശ്വേതാരണ്യപുരം എന്നും അറിയപ്പെടുന്നുണ്ട്. ശ്വേതം എന്ന വാക്കിന് വെളുപ്പ് എന്നും അർത്ഥമുണ്ട്. അതിനാൽ തിരുവെൺകാട് തിരുവങ്ങാടായത് എന്നും പറയപ്പെടുന്നു. ഖരവധം കഴിഞ്ഞ് ഉടനെയുള്ള നിലയിൽ ശ്രീരാമസ്വാമിയെ തിരുവോണം നക്ഷത്ര ദിനം അമാവാസിക്ക് പ്രതിഷ്ഠിച്ചതാണെന്നും വിശ്വാസമുണ്ട്. ആ ദിവസമാണ് തിരുവോണ പട്ടത്താനം കൊണ്ടാടുന്നത്. യുദ്ധത്തിനായി ശൂർപ്പണഖയുടെ ആവലാതി പ്രകാരം ഖരൻ അയച്ച രാക്ഷസരെ എല്ലാം നിഗ്രഹിച്ച വിവരം ശൂർപ്പണഖ ഖരനെ അറിയിക്കുന്നു. അതിക്രോധത്തോടെ ഖരൻ 14,000 പടയോടുകൂടി തൃശിരസിനെയും ഭൂഷണെയും അയക്കുന്നു. രാക്ഷസപ്പടയുടെ രൂക്ഷമായ കോലാഹലം കേട്ട് ശ്രീരാമൻ സീതാദേവിയെ ഒരു ഗുഹയിലാക്കി ലക്ഷ്മണനെ കാവൽ നിർത്തി രാക്ഷസന്മാരോട് പൊരുതുവാൻ പോയി. ഈ ഗുഹ തിരുവങ്ങാട് ദേശത്തുള്ള പൊക്കനശ്ശേരി എന്ന പറമ്പിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. നിത്യേന 5 പൂജകളുണ്ട്, 3 ശിവേലികളുണ്ട്. അങ്ങനെയുള്ളൊരു മഹാക്ഷേത്രമാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം. പുലർച്ചെ 4 മണിക്കുള്ള നിയമവെടിയോടെയും പിന്നീട് 7 തവണയുള്ള ശംഖുവിളിയോടെയും തവിൽ, നാഗസ്വരം, ഇടുതുടി, കുഴിത്താളം തുടങ്ങിയ വാദ്യങ്ങളുടെയും ഭഗവാനെ പള്ളി ഉണർത്തിയ ശേഷം 5 മണിക്ക് നട തുറക്കുന്നു. നിർമ്മാല്യ ദർശനമാണ് ആദ്യത്തെ ചടങ്ങ്. തലേന്ന് ചാർത്തിയ അലങ്കാരങ്ങളോടുകൂടി നിൽക്കുന്ന വിഗ്രഹം കണ്ട് ഭക്തർ നിർവൃതിയടയും. പിന്നീട് അഭിഷേക ചടങ്ങുകൾ. ആദ്യം എള്ളെണ്ണ കൊണ്ടും പിന്നീട് ശംഖിലെ തീർത്ഥം കൊണ്ടും അതിനുശേഷം ഈഞ്ച കൊണ്ടും അവസാനം സ്വർണ്ണക്കലശത്തിലെ ജലം കൊണ്ടും നടക്കുന്ന അഭിഷേകങ്ങൾക്ക് ശേഷം ആദ്യ നിവേദ്യങ്ങളായി മലർ, ശർക്കര, കദളിപ്പഴം എന്നിവ നേദിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ.